പുതിയ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഇ ബസ്സുകളാകുമോ? വമ്പൻ പ്രഖ്യാപനവുമായി കെ.എസ്.ആർ.ടി.സി. പഴയ ബസ്സുകളിൽ ബാറ്ററിയും മോട്ടോറും പിടിപ്പിച്ച് ഇ ബസ്സുകളാക്കാനുള്ള സാധ്യത തേടി കെ.എസ്.ആർ.ടി.സി. കേന്ദ്ര സർക്കാരിന്റെ റെട്രോഫിറ്റിംഗ് നയപ്രകാരം പഴയ വാഹനങ്ങൾക്ക് പുതുജീവൻ നൽകാനാണ് നീക്കം. ഇതിനായി സ്വകാര്യ സംരംഭകരുടെ പങ്കാളിത്തം തേടി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. 15 വർഷം കാലാവധി കഴിഞ്ഞ 2050 ബസ്സുകളാണ് കോർപ്പറേഷനുള്ളത്. ഇവ ഇ ബസ്സുകളാക്കിയാൽ വീണ്ടും ഉപയോഗിക്കാനാകും. ചൈനീസ് നിർമ്മിത കിറ്റ് ഉപയോഗിക്കണമെന്ന വാഗ്ദാനവുമായി തദ്ദേശീയ കമ്പനിയാണ് രംഗത്തുള്ളത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അംഗീകരിച്ച കിറ്റുകൾ ഉപയോഗിക്കണമെന്ന നിർബന്ധത്തിലാണ് കെ.എസ്.ആർ.ടി.സി. കിറ്റ് ഘടിപ്പിച്ച് അംഗീകാരം നേടേണ്ട ചുമതല സ്വകാര്യ കമ്പനിക്കാണ്. പുതിയ ഇ ബസ്സിന് 1 കോടി രൂപ ചെലവ് വരും. ഇതിനേക്കാൾ ലാഭകരമായ പഴയ ബസ്സുകൾ മാറ്റം വരുന്നതാണ്. റെട്രോഫിറ്റിംഗ് നയപ്രകാരം എല്ലാത്തരം വാഹനങ്ങളും വൈദ്യുതിയിലേക്ക് മാറ്റാനാകുമെന്നാണ് ഉപരിതല ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് വാഹനങ്ങളൊക്കെ ഇലക്ട്രിക് ആക്കിയിട്ടുണ്ടെങ്കിലും ബസ്സുകളിൽ കാര്യമായ പരീക്ഷണം നടന്നിട്ടില്ല. PM-ഇ സേവാ പദ്ധതിയിൽ പുതിയ ബസ്സുകൾ കിട്ടുന്നതിനാൽ മിക്ക സംസ്ഥാനങ്ങളും ആ വഴിക്കാണ് നീങ്ങുന്നത്. ചൈനീസ് സാങ്കേതിക വിദ്യയിൽ നിരവധി വാഹനങ്ങൾ ഇറക്കിയിട്ടുള്ള കമ്പനിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഡീസൽ വില വർധനയുടെ പശ്ചാത്തലത്തിൽ ബസ്സുകൾ CNG-യിലേക്ക് മാറ്റാൻ നേരത്തെ പദ്ധതിയുണ്ടായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ബസ് മാറ്റിയെങ്കിലും CNG-ക്കും വില കൂടിയതോടെ പിന്നീട് അതിന് താല്പര്യം കാണിച്ചില്ല.